മുമ്പ് പലതവണ പ്ലാൻ ചെയ്തിട്ടും നടക്കാതെ പോയ ഒരു യാത്രയാണ് മേഘമലയിലേക്കുള്ള ബൈക്ക് റൈഡ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരു പ്ലേസ് കൂടിയാണ് ബ്രിട്ടീഷുകാർ ക്ലൗഡ് ഓഫ് മൗണ്ടൻ എന്ന് വിളിച്ച മേഘമല. അങ്ങനെ ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ യാത്ര രാവിലെ 5:30 തന്നെ വീട്ടിൽ നിന്നും തുടങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് മേഘമല പിടിക്കാനല്ല പ്ലാൻ. രാവിലെ 6 മണിക്ക് ഓപ്പൺ ആക്കുന്ന ചെക്ക് പോസ്റ്റ് വൈകുന്നേരം 5 മണിക്ക് ക്ലോസ് ചെയ്യും. ഞാൻ എത്തുന്ന ടൈം എന്തായാലും എനിക്ക് ചെക്ക് പോസ്റ്റ് കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മേഘമല എത്തുന്നതിന് മുന്നേ ഉള്ള ടൗണായ ചിന്നമനൂരിൽ വൈകുന്നേരം റൂം എടുത്ത് പിറ്റേ ദിവസം ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈം തന്നെ യാത്ര തുടങ്ങാനാണ് പ്ലാൻ. വീട്ടിൽ നിന്നും കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി വഴി ചിന്നമനൂർ. ഇതാണ് എൻ്റെ റൂട്ട്. ഏകദേശം 500 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ട്. അത്രയും ദൂരം കവർ ചെയ്യാൻ നോർമൽ ഒരു 11-12 മണിക്കൂർ മതിയാവും. എന്നാൽ എൻ്റെ യാത്രകളിൽ അതിലും എത്രയോ കൂടുതലാണ് സമയം. അതിൻ്റെ കാരണം പോകുന്ന വഴിയിലെ കാഴ്ചകൾ ആസ്വദിച്ചും അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ടൈം ഇങ്ങനെ പോകുന്നതാണ്. ഈ ഒരു യാത്ര മാത്രമല്ല, എൻ്റെ എല്ലാ യാത്രയുടെയും ഒരു പൊതു സ്വഭാവം ഇതുപോലെ തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം 5:30 ഞാൻ ഓൾമോസ്റ്റ് ചിന്നമനൂർ എത്താനായി. അങ്ങനെ ഒരു 10-30 കിലോമീറ്ററും കൂടെ ബാക്കിയല്ലോ. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് എത്താനായി. കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്താനായി. അപ്പോൾ ഇപ്പം നിലവിൽ ഞാൻ കേരളത്തിലായില്ല, ഇടുക്കിയിൽ. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ വൈകുന്നേരം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല ക്ലൈമറ്റാണ്. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ ചെക്കിങ് ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ചെക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ചെക്ക് ചെയ്യാൻ സാധ്യതയില്ല. ഇതാണ് ചെക്ക് പോസ്റ്റ്. നിലവിൽ ബൈക്കൊന്നും ചെക്ക് ചെയ്യുന്നില്ല, ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യുന്നതായിരിക്കില്ല, പേപ്പറിലൊക്കെ ആണെന്നില്ല മാത്രമേ ഉണ്ടോ. അങ്ങനെ ഞാൻ തമിഴ്നാട്ടിലേക്ക് എത്തി. അങ്ങനെ കാഴ്ചകൾ കണ്ടും ഇടയ്ക്ക് ഓരോ ചായയൊക്കെ കുടിച്ച് വിശ്രമിച്ച് ഞാൻ വൈകുന്നേരം ഒരു 7 മണിയോടെ മേഘമലയുടെ ഏറ്റവും നിയറസ്റ്റ് ടൗണായ ചിന്നമനൂരിലെത്തി. ഞാൻ ഇന്നലെ രാത്രി ചിന്നമനൂർ എത്തിയിട്ട് 500 രൂപയ്ക്ക് എടുത്ത റൂമാണ്. 500 രൂപയ്ക്ക് ഇല്ലതേ ഇല്ലു. പക്ഷെ ഒരു ദിവസം കിടക്കാനല്ല 500 മതി. 500 സാധനം ഉണ്ട്. അപ്പോൾ ഇപ്പം രാവിലെ 6 മണിയായി, 5:45-6 മണി ആവുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ നേരെ ഇനിയിപ്പം മേഘമലയിലേക്ക് പോകാനുള്ള പരിപാടിയാവും. ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നേരം മേഘമലയിലേക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് കാഴ്ച കാണിച്ചു തരാം. ചിന്നമനൂരിൽ നിന്നും മേഘമല ചെക്ക് പോസ്റ്റ് വരെയുള്ള റോഡും വളരെ ബ്യൂട്ടിഫുൾ ആണ്. 2 സൈഡും മുന്തിരിപ്പാടങ്ങളും ദൂരെ കാണുന്ന മലകളും പിന്നെ രാവിലത്തെ ചെറിയ മൂടൽമഞ്ഞൊക്കെയായി റൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ട്. അങ്ങനെ ആ ചെക്ക് പോസ്റ്റത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ മുകളിലോട്ട് കയറി. ചെക്ക് പോസ്റ്റിൽ നമ്മളെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ വണ്ടി നമ്പറെല്ലാം എൻ്റർ ചെയ്യണം. പ്ലാസ്റ്റിക് ഇങ്ങോട്ട് അലൗഡ് അല്ല. അത് തമിഴ്നാട്ടിലോട്ട് മിക്ക ടൂറിസ്റ്റ് സ്പോട്ടിൽ അങ്ങനെ തന്നെയാണ്. പ്ലാസ്റ്റിക് അലൗഡ് അല്ല. പ്ലാസ്റ്റിക് കയ്യിൽ ബോട്ടിലുണ്ടെങ്കിൽ അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ മുകളിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഫൈനാണ്. പിന്നെ ഡ്രോൺ ക്യാമറ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. ഡ്രോൺ ക്യാമറയും മേഘമലയിൽ അലൗഡ് അല്ല. കാരണം 1-2 കാര്യങ്ങൾ മേഘമലയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, മേഘമല നമുക്ക് ടോപ്പിൽ പെട്രോൾ പമ്പ് ഇല്ല. മേഘമല നമ്മൾ ചെക്ക് പോസ്റ്റ് കയറി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പ് നമുക്ക് ഇല്ല മേഘമലയിൽ. പിന്നെ അറിയാമല്ലോ, സ്റ്റേ ഓപ്ഷൻസും വളരെ കുറവാണ് മേഘമലയിൽ. ഇല്ല സ്റ്റേ ഓപ്ഷൻസ് ആണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഇല്ല സ്റ്റേ ആണ്. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി വേണം ഇങ്ങോട്ട് വരാൻ. പിന്നെ ഇവിടെ ഹോട്ടൽ ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റിയും വളരെ കുറവാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മേഘമലയിൽ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. നോർമലി എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും ഇല്ല പോലെ എല്ലാ മേഘമലയിൽ കുറച്ചുകൂടി റിസർവ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം അതിൻ്റെതായ ലിമിറ്റേഷൻസ് കുറേ കൂടി ഉണ്ട്. നല്ല റൂട്ടാണ് ശരിക്കും. നമ്മൾ കൊടൈക്കനാലെല്ലാം പോയി കഴിഞ്ഞാൽ കൊടൈക്കനാലിൽ ആ മുകളിലോട്ട് എത്തുന്ന സമയത്തുള്ള റൂട്ടില്ലേ, ആ സെയിം സംഭവം തന്നെയാണ്. ചെറിയൊരു തണുപ്പും
ഈ ലെഫ്റ്റ് സൈഡിൽ നല്ല കാഴ്ചയാണ് കാണാനുള്ളത്, നല്ല രസമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മൊബൈൽ നെറ്റ്വർക്ക് വളരെ കുറവാണ് മേഘമലയിൽ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ബൈ ഹാൻഡ് ക്യാഷ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്യാഷ് കയ്യിൽ വെച്ച് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഒന്നും വർക്കാവാൻ സാധ്യതയില്ല. മൊബൈൽ നെറ്റ്വർക്ക് ഞാനിപ്പോൾ മുകളിൽ കയറിയ സമയത്ത് കട്ടായതാണ്. എൻ്റെ കയ്യിൽ എയർടെലും ജിയോ ആണ്, 2 സിമ്മിനും റേഞ്ച് ഇല്ല. ഞാനിപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് കയറി മുകളിലോട്ട് വരുന്ന സമയത്ത് എന്നോട് താഴ്ന്ന് അവർ പറഞ്ഞൊരു കാര്യം, ആനശല്യം നല്ലോണം ഉണ്ട്, കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഈ സീസണിൽ, അതായത് ഈ ടൈമിൽ ഇവിടെ മേഘമലയിൽ ആനയുടെ ശല്യം കുറച്ചധികമാണ്. അതിൻ്റെ ഒരു കാരണം അവർ പറഞ്ഞത്, ഈ ശബരിമലയിൽ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ മേഘമലയിൽ ആനശല്യം കൂടും, അങ്ങനെയാണ് അവർ പറഞ്ഞത്. കാരണം ശബരിമലയിൽ ആൾക്കാർ വന്ന് തുടങ്ങുമ്പോൾ ആനകൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ ഈ ശബരിമല സീസണിൽ ഈ മേഘമല സൈഡിൽ ആനശല്യം അധികമാണ്, അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കുക എന്നാണ് എന്നോട് താഴ്ന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞത്. പിന്നെ എന്നോട് ഇന്നിങ്ങനെ പറയാനും കാരണമുണ്ട്. കാരണം ആകെ ഞാൻ ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ആകെ 2 ആളെ മുകളിലോട്ട് പോയിട്ടില്ലോ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇന്ന് ടൂറിസ്റ്റുകൾ കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള സാധ്യതയൊന്നും ഇല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് തേയിലത്തോട്ടം കുറേ ഉണ്ട്. താഴത്തൊന്നും തേയിലത്തോട്ടമില്ല, ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് മുഴുവനും തേയിലത്തോട്ടമാകും. എൻ്റെ ബാക്കിലൊക്കെ ഉണ്ടോ നിങ്ങൾ? ഞാൻ ഇങ്ങനെ തേയിലത്തോട്ടം എവിടെയും കണ്ടിട്ടില്ല. തേയിലത്തോട്ടം ഊട്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ വയനാടോ ഒന്നും ഇല്ലല്ലോ പോലെയല്ല ഇത്. നല്ല രസമുണ്ട് കാണാൻ. ഇത്രയും രാവിലെ ഇതുപോലെ ഇല്ലത് പിന്നെ വാൽപ്പാറയിലാണ്. വാൽപ്പാറയിൽ നല്ല രസമാണ്. ഏകദേശം വാൽപ്പാറ ഇല്ലാതെ സെയിം സാധനം തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാമറ ഏടെ ഓണാക്കി വെച്ചാലും ഫ്രെയിമാണ്. കാരണം അത്രയും രസമുണ്ട് എല്ലാ സ്ഥലവും. എങ്ങനെ എല്ലായിടത്തും വ്യൂ പോയിൻ്റാണ്. സ്പെസിഫിക് ആയിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് എന്നൊന്നും പറയാനില്ല, എല്ലാം നല്ല വ്യൂ പോയിൻ്റാണ്. ഗൂഗിൾ മാപ്പിൽ അങ്ങനെ ഇതിന് വ്യൂ പോയിന്റ് എന്നൊന്നും പറഞ്ഞിട്ട് കാണിക്കാനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ലൊക്കേഷൻ സെർച്ച് ചെയ്ത് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വണ്ടി സൈഡാക്കാൻ സ്ഥലമുണ്ടോ അവിടെ വ്യൂ പോയിൻ്റാണ്. ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഈ ലാൻഡ്സ്കേപ്പും ഈ ക്ലൈമറ്റും ഈ കാഴ്ചകളൊക്കെ തന്നെയാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ മേഘമലയിലുള്ളൂ. അധികം ആൾക്കാരോ വാഹനങ്ങളോ വലിയ ബഹളങ്ങളോ ഒന്നുമില്ലാത്തൊരു സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും മേഘമല നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്.
പരമാവധി ചുറ്റിക്കാണാവുന്നതാണ്. വന്ന വഴി മാത്രമേ നമുക്ക് തിരിച്ചു പോകാനും പറ്റൂ. ഇവിടുത്തെ ഈ ആംബിയൻസിൽ 1-2 ദിവസം താമസിക്കണം എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് നിങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ അതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മേഘമലയിലെ വിശേഷങ്ങൾ. വീണ്ടും കാണുന്നതുവരെ ഓക്കെ, ബൈ.